3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസാണ് നമ്മൾ ഇന്ന് അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സിൽ കാണാൻ പോകുന്നത്. പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതുണ്ട്. അതെല്ലാം ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണീക്ക് ആയിട്ടുള്ള സിംഗിൾ ഡിസൈൻസ് ആയിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ചന്തേരിയിൽ വന്നിരിക്കുന്നതാണ്. അത് ജാംദാനി ദുപ്പട്ടയൊക്കെ ആയിട്ട് പെയർ ചെയ്യുന്ന ഡിസൈൻ. അതേപോലെ തന്നെ ലിനൻ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതുമുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ചന്തേരിയിൽ വന്നിട്ടുള്ള ഡിസൈൻസ് കാണാം. ഇത് 3 ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നൊരു ഹെദർ പർപ്പിൾ ടോണിലോട്ടാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3129 റേഞ്ചിലോട്ട് വരും. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ഈ ഒരു മോഡലിലാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഫാബ്രിക് നമ്മൾ ജാംദാനി പാറ്റേണിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫാബ്രിക് ആണെങ്കിലും കുറച്ചുകൂടെ ക്വാളിറ്റി വൈസ് കുറച്ചുകൂടെ പ്രീമിയമാണ്. പിന്നെ യോക്കിലേക്ക് ഇതിൽ എംബ്രോയ്ഡറി വരുന്നുണ്ട്. അതെല്ലാം ഹാൻഡ് വർക്ക് ആയിട്ട് വന്നേക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് ഇതുപോലെ ജാംദാനി വീവിങ് വന്നിട്ട് അത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാറ്റേൺ. ഈ ഷെയ്ഡ് വരുമ്പോൾ ഹെദർ പർപ്പിളാണ്. ഇതിൻ്റെ സ്ലീവ്സിന് അഡീഷണൽ ആയിട്ട് ഫാബ്രിക് അവൈലബിൾ ആണ്. അതിൻ്റെ എൻഡിലായിട്ടൊരു ബോർഡർ വന്നേക്കുന്നത്, ഒരു സെൽഫ് ഗോൾഡൻ സരി ഇട്ടിട്ടുള്ള ബോർഡറാണ് വന്നേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ഡിസൈൻ വരുന്നത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട കുറച്ച് ഹെവിയാണ്. ദുപ്പട്ട ഫുള്ളായിട്ട് ജാംദാനി വീവിങ് ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ദുപ്പട്ടയിലാണ് ഇതിൻ്റെ ആ ഒരു യുണീക്നെസ് വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് ആ ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള ജാംദാനി വീവിങ്ങും പിന്നെ ഇതിൻ്റെ വൺ സൈഡിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് ബിറ്റ്വീൻ ആയിട്ടെല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് നോട്ട്സും വരുന്നുണ്ട്. 4 കോർണറിലായിട്ടും ടാസേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ദുപ്പട്ടയുടെയാണ് അതിൻ്റെ ആ ഒരു ഫീൽ തന്നെ ഡിഫറെൻ്റ് ആക്കിയിരിക്കുന്നുണ്ട്. ബോട്ടം വരുന്നത് ഷാൻഡൂൺ ഫാബ്രിക്കിലാണ്. ഇതാണ് ഒരു കളറ്. ഇതിലേക്ക് ആ കോമ്പിനേഷൻ വന്നിരിക്കുന്ന ഒരു മോവ് പിങ്ക്, ഡീപ്പ് മോവ് പിങ്ക്, ഒണിയൻ പിങ്ക് ഒക്കെ കളർ കോമ്പിനേഷനിലോട്ടാണ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വീവിങ് വന്നേക്കുന്നത്. ഇതിൽ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ബീൻ ഗ്രീൻ കളറിലോട്ടാണ്. സെയിം പാറ്റേൺ. ദുപ്പട്ടയിലോട്ട് വരുമ്പോൾ ഹെവി വീവിങ് പാറ്റേണിലോട്ടൊരു ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് വരുന്നത്. അത് ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഹാൻഡ് വർക്കും എല്ലാം ആ ഒരു സെയിം പാറ്റേണിൽ. ബോട്ടം ഷാൻറ്റൂൺ. പിന്നെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു ഡസ്റ്റി മോവ് പിങ്ക് ടോണിലോട്ടാണ്. അതിലോട്ട് ഒരു മജന്ത കളറിലുള്ള വീവിങ് ആണ് ത്രെഡിലൊക്കെ വന്നിരിക്കുന്നത് ദുപ്പട്ടയിലോട്ട്. പ്യുവർ ലിനനിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഫ്രണ്ട് പോർഷനിലോട്ട് ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട്. അതുപോലെ ഡിജിറ്റൽ പ്രിൻറ്റും വരുന്നുണ്ട്. ചെറിയ ചെറിയ ആ ഒരു പേളിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്കാണ്. ഈ ഷെയ്ഡ് വരുമ്പോൾ ഒരു പെയിൽ മിൻറ്റ് ഗ്രീൻ ടോണിലോട്ട് വരും. പിന്നെ ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ഹെം ലൈനിലുള്ള ഡിജിറ്റൽ പ്രിൻറ്റ്സ് ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഹാൻഡ് വർക്കുമാണ്. ഏറ്റവും എൻഡിൽ ബീഡിങ്ങും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഫുൾ പ്ലെയിൻ ആയിട്ട് തന്നെ വരും. ദുപ്പട്ട വന്നിരിക്കുന്നത് ലിനൻ കോട്ടൺ ഫാബ്രിക്കിലാണ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ടും ആ ഒരു ഡിജിറ്റൽ പ്രിൻ്റ് പാറ്റേണും വന്നിട്ട് 4 കോർണറിലായിട്ട് ടാസൽസ് കൊടുത്തിരിക്കുന്ന ഡിസൈനാണ് വരുന്നത് ദുപ്പട്ടയിൽ. ബോട്ടം വന്നിരിക്കുന്നത് ഷാൻറ്റോണിലാണ്. അപ്പോൾ ഇതൊരു ഷെയ്ഡ്. അടുത്ത ഷെയ്ഡ് വരുമ്പോൾ ഹെദർ പർപ്പിളിൻ്റെ ഒരു പെയിൽ ടോണാണ് മെയിൻ ഷെയ്ഡിലോട്ട് വന്നിരിക്കുന്നത്. പിന്നെ ആ ഒരു ഡിജിറ്റൽ പ്രിൻറ്റിലെല്ലാം ലൈറ്റ് ഹെദർ പർപ്പിൾ ടോൺ, അതുപോലെ മോവ് പിങ്കിൻ്റെ കോമ്പിനേഷനൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന പെയിൽ യെല്ലോ ആണ്. അപ്പോൾ അതിലേക്കൊരു ബ്രൗൺ കോമ്പിനേഷൻ ആൻഡ് യെല്ലോയുടെ തന്നെ ഒരു ഡാർക്ക് ടോൺ കോമ്പിനേഷനൊക്കെയാണ് ഇതിൻ്റെ ഡിജിറ്റൽ പ്രിൻറ്റിലോട്ട് വരുന്നത്. പിന്നെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് പെയിൽ മോവ് പിങ്ക് ആണ്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ആ ഒരു മോവ് പിങ്കിൻ്റെ കോമ്പിനേഷനും ബ്രൗണും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിലുള്ള ഫസ്റ്റ് ഡിസൈനാണ്. ഇതിൻ്റെ ബേസ് ഷെയ്ഡായിട്ട് വന്നിരിക്കുന്ന ഒരു ഓഫ് വൈറ്റ് ആണ്. പിന്നെ പിങ്ക് ആൻഡ് യെല്ലോ ഗ്രീൻ കളർ കോമ്പിനേഷൻ, ഒലീവ് ഗ്രീൻ ഒക്കെയാണ് ഫ്ലോറൽ പ്രിൻസിന് വന്നിട്ട്. യോക്കിലേക്ക് സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഡിസൈനും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഹാൻഡ് വർക്കും, ഈവൻ ഏറ്റവും ഹെം ലൈനിലായിട്ട് ബോർഡറും വന്നിട്ടുണ്ട്. അതിലോട്ട് ഹൈലൈറ്റിംഗ് ഹാൻഡ് വർക്കും ക്രോഷ്യ ലേസും കൊടുത്തിട്ടുണ്ട്. ഇത് ടോപ്പിൻ്റെ ഡിസൈൻ വന്നിട്ട് ബാക്ക് സൈഡും സെയിം തന്നെ വരും. ദുപ്പട്ട വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും ഷിഫോൺ ഫാബ്രിക്കിലാണ്. ഇതിൽ പ്യുവർ ഷിഫോൺ ഫാബ്രിക്കിലോട്ടാണ് വരുന്നത്. ബ്ലോക്ക് പ്രിൻ്റഡ് ഡിസൈനാണ് വന്നിട്ടുള്ളത്. ബോട്ടം വന്നിരിക്കുന്നത് യോക്കിൽ കൊടുത്ത പോലെ തന്നെ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഇതിൻ്റെ ബേസ് ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു ക്രീം കളറിലാണ്. പിന്നെ യെല്ലോയും ഡീപ്പ് ഒലീവ് ഗ്രീൻ്റെയും കളർ കോമ്പിനേഷനാണ് ഇതിൽ വരുന്നത്. യോക്കൊക്കെ എൻഹാൻസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഹാൻഡ് വർക്കും എല്ലാം കൊടുത്ത്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഷിഫോൺ. അതിലോട്ടും ബ്ലോക്ക് പ്രിൻ്റഡ് പാറ്റേൺ ആണ് വരുന്നത്. ബോട്ടം യോക്കിൽ കൊടുത്തിരിക്കുന്ന ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത്. സ്ട്രൈപ്ഡ് ആയിട്ടുള്ള പ്രിൻ്റഡ് കോട്ടണിൽ തന്നെ വരും. കഷി ഷെയ്ഡിലോട്ടാണ് ഈ ഡിസൈൻ വരുന്നത്. യോക്കിലേക്കും ആ ഒരു ബോക്സ് പാറ്റേൺ ഡിസൈനിൽ കഷീഷിൻ്റെ തന്നെ പ്ലെയിൻ കൊടുത്തിട്ട് ഹൈലൈറ്റിംഗ് ഹാൻഡ് വർക്ക് കൂടി വരുന്നുണ്ട്. ദുപ്പട്ട വരുന്നത് ഷിഫോൺ ഫാബ്രിക്കിലോട്ടാണ്. ഇതിലോട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫോയിൽ മിറർ വർക്കാണ് ഇതിൽ വരുന്നത്. ബാക്കി ഷിഫോൺ വിത്ത് ആ ഒരു സെയിം കളർ കോമ്പിനേഷൻ. ബോട്ടം വന്നിരിക്കുന്ന ഈ ഒരു ഡിസൈനിൽ ഓഫ് വൈറ്റിൽ തന്നെയാണ് അടുത്തതും വന്നിരിക്കുന്നത്. പിങ്ക് ആൻഡ് ഒരു സേജ് ഗ്രീൻ കളർ കോമ്പിനേഷനാണ് ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ടുള്ളത്. യോക്കിലോട്ട് ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് അതാണ്.
കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത്. ഇതിലോട്ടും ബ്ലോക്ക് പ്രിൻസ് ആണ് വരുന്നത്. ബോട്ടം പ്രിൻറ്റഡ് കോട്ടണിൽ ഈ ഒരു ഡിസൈനാണ് ബോട്ടത്തിലോട്ട് വന്നിട്ടുള്ളത്.